ധനകാര്യമന്ത്രി ഇന്ന് ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നികുതി ഘടനയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചില ആശയക്കുഴപ്പമുണ്ടായി. 7 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല എന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. അതേസമയം തന്നെ അത് പുതിയ സ്കീമിലേക്ക് വരുന്നവർക്കാണ് ഈ ആനുകൂല്യം കിട്ടുക. അല്ലെ കൃഷ്ണ, അതിനകത്തൊരു ക്ലാരിറ്റി വേണമല്ലോ. അതെ, 2 തരത്തിൽ നികുതിയുണ്ട്. ഒന്ന് നമ്മുടെ പഴയ നികുതി ഘടന, അതാണ് നമ്മൾ ഈ 3 ലക്ഷം വരെയുള്ളവർക്ക് നികുതി ഇല്ല എന്ന് പറയുന്നത്. പുതിയ നികുതി ഘടന കഴിഞ്ഞ വർഷമാണ് പ്രഖ്യാപിക്കുന്നത്. 5 ലക്ഷത്തോളം പേരാണ് ഈ നികുതി ഘടനയിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ നികുതി ഘടനയിലേക്ക് മാറുന്നവർക്ക് 7 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതി ഇല്ല എന്നാണ് പ്രഖ്യാപനം. പുതിയ നികുതി ഘടനയിലേക്ക് മാറിയില്ലെങ്കിൽ 3 ലക്ഷം വരെയുള്ളവർക്കാണ് നികുതി ഇല്ലാത്തത്. അതിൽ 3 മുതൽ 6 ലക്ഷം വരെയുള്ളവർക്ക് 5%, 6 മുതൽ 9 ലക്ഷം വരെയുള്ളവർക്ക് 10%, 9 മുതൽ 12 ലക്ഷം വരെയുള്ളവർക്ക് 15%, 12 മുതൽ 15 ലക്ഷം വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് 30%. അതെ, അതേസമയം നമ്മൾ പഴയ നികുതി ഘടനയിൽ തന്നെയാണെങ്കിൽ 3 ലക്ഷം രൂപ മുതൽ നമുക്ക് ഈ ഡിഡക്ഷൻസ് എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് നികുതി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഈ 7 ലക്ഷം വരെ നികുതി വേണ്ട എന്ന പുതിയ ഘടനയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഡിഡക്ഷനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 7 ലക്ഷം രൂപ, അതിന് എത്രയാണോ പെർസെൻറ്റേജ് ടാക്സ്, ആ ടാക്സ് നമ്മൾ അടയ്ക്കുക. അതിന് മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ടതുണ്ട്. ഒരു പുതിയ നികുതി സ്കീമിലേക്ക് ഒരിക്കൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പഴയ നികുതി സ്കീമിലേക്ക് പോകാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതിനെ ലളിതമായി ഇങ്ങനെ വിശദീകരിക്കാം. പുതിയ നികുതി സ്കീമിലേക്ക് കൂടുതൽ ആളുകളെ എത്താൻ പ്രേരിപ്പിക്കുന്ന ഇളവുകളാണ് ഇന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അതെ. അപ്പോൾ ഒരു സാധാരണക്കാരായ ആൾക്കാർ ചിന്തിക്കുന്നത് ഈ കണ്ടീഷനാണ്. അതായത് ഗോപി പറഞ്ഞ അതേ കണ്ടീഷൻ, ഒരിക്കൽ പുതിയ നികുതി ഘടനയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരികെ പോകാനാവില്ല. അപ്പോൾ ഈ വർഷം എനിക്ക് 7 ലക്ഷമാണ് വരുമാനം, അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത വർഷം എനിക്കത് 12 ലക്ഷം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡിഡക്ഷനും ഇല്ലെങ്കിൽ ഇതാണോ എനിക്ക് ലാഭം, അതാണോ ലാഭം? ചോയ്സ് ഇല്ല, ആ ചോയ്സ് സാധ്യമല്ല. നിലവിൽ 2.5 ലക്ഷം രൂപ വരെയായിരുന്നു നികുതി ഇളവുണ്ടായിരുന്നത്. അത് 3 ലക്ഷം രൂപയാക്കി. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആയിരുന്നു 5%, അത് 6 ലക്ഷം വരെ ആക്കി മാറ്റിയിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ മുൻപ് 5 ലക്ഷം മുതൽ 7.5 ലക്ഷം വരെ ആയിരുന്നു 10% നികുതി. അത് ഇപ്പോൾ 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെ എന്ന് പറയുന്ന പുതിയൊരു സ്ലാബിലേക്ക് മാറ്റി. 9 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 15% ആണ് നികുതി.